അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൻ്റെ 6ാമത്തെ പാർട്ടിൽ നമ്മുടെ വിഷയം ദ ഫോംസ് ഓഫ് ഡു. ദേ ആർ, ഡു, ഡസ്, ഡിഡ്, വിൽ ഡു, ഷാൾ ഡു. ഫോംസ് ഓഫ് ഡു, അതിൻ്റെ ഉപയോഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഫോംസ് ഓഫ് ഡു 3 വിഭാഗമാകുന്നുണ്ട്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇപ്പൊ പ്രസന്റിൽ ഡു, ഡസ്; പാസ്റ്റ് ഡിഡ്; ഫ്യൂച്ചർ വിൽ ഡു, ഷാൾ ഡു. അപ്പൊ ഡു ഡസ്, പ്രസന്റിലെ ഡു ഡസ് എന്നതിന്റെ അർത്ഥം ചെയ്യുക, ചെയ്യുന്നു, ചെയ്യാറുണ്ട് എന്നൊക്കെയാണ്. ഉദാഹരണത്തിന് ഐ ഡു മൈ വർക്ക്. ഐ ഡു മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി ചെയ്യാറുണ്ട്. വി ഡു അവർ വർക്ക്. വി ഡു അവർ വർക്ക്, ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്യാറുണ്ട്. ഹി ഡസ് ഹിസ് വർക്ക്, അവൻ അവൻ്റെ പണി, അവൻ അവൻ്റെ ജോലി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഷീ ഡസ് ഹെർ ഡ്യൂട്ടി. ഷീ ഡസ് ഹെർ ഡ്യൂട്ടി, അവൾ അവളുടെ ഡ്യൂട്ടി നിർവഹിക്കാറുണ്ട്. ഇപ്പൊ ഡു ഡസ് ഒരേ അർത്ഥമാണെങ്കിലും അത് എല്ലാ സ്ഥലങ്ങളിലും വരാറില്ല. ഉദാഹരണത്തിന് ഐ വി എന്ന ഫസ്റ്റ് പേഴ്സണോട് കൂടെ ഡു ആണ് വരിക. ഐ വി, ഐ ഡു, വി ഡു. അതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൺ യുവിന്റെ കൂടെയും ഡു ആണ് വരിക. അതുപോലെ തേർഡ് പേഴ്സണില് സിംഗുലറിന്റെ കൂടെ, എല്ലാ സിംഗുലറിന്റെ കൂടെയും ഡസ് ആണ് വരിക. സിംഗുലറിന്റെ കൂടെ ഡസ് ആണ് വരിക. അതിൽ പ്ലൂറൽ ഉണ്ട്, ദേ, അവർ, അതൊക്കെ ഡു ആണ് വരിക. ഇപ്പൊ സിംഗുലർ, ഇപ്പൊ യു പോലെ സെക്കൻഡ് പേഴ്സൺ യു, ഇപ്പൊ നീ ഒരാളാണെങ്കിലും ഡു ആണ് വരുന്നത്. ഇപ്പൊ ഐ, ഫസ്റ്റ് പേഴ്സൺ ഐ എന്നുള്ളത് സിംഗുലർ ആണെങ്കിലും ഡു ആണ് വരുന്നത് എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ സാധാരണ ഈ ഡു ഡസ് വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. എന്താണ് സിമ്പിൾ പ്രസന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻഷാല്ലാ വിശദമായി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സിമ്പിൾ പ്രസന്റ് നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ കോളേജിൽ പോകാറുണ്ട്. ഐ ഗോ ടു കോളേജ്, ഞാൻ കോളേജിൽ പോകാറുണ്ട്. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. വി പ്ലേ ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അല്ലെങ്കിൽ ചോദിക്കണേ, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ പഠിപ്പിക്കാണ്. അല്ലെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ കോളേജിൽ പോവുകയാണ്. ഐ ഗോ ടു കോളേജ്, ഞാൻ കോളേജിൽ പോവാറുണ്ട്. അപ്പൊ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിമ്പിൾ പ്രസന്റ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഇതൊക്കെ സിമ്പിൾ പ്രസന്റിലാണ് പറയാം. അപ്പൊ ഇതിലൊക്കെ ഈ സിമ്പിൾ പ്രസന്റിലെ ഏത് സബ്ജക്റ്റ് വരുമ്പോഴും ഡുവോ ഡോസ് ഉണ്ടാവും. അതിന് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ, നെഗറ്റീവ് ആക്കണമെങ്കിൽ, ചിലപ്പോൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ വരാം. ഡുവോ ഡസോ. ഉദാഹരണത്തിന് ഞാൻ കോളേജിൽ പോകാറുണ്ട്. ഐ ഗോ ടു കോളേജ്. ഇപ്പൊ സിമ്പിൾ പ്രസന്റിൽ ഒരു വാചകം ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളാണ്. സബ്ജക്റ്റ് വെർബ്. അപ്പൊ ആദ്യം സബ്ജക്റ്റ് കൊടുക്കുക. സബ്ജക്റ്റാണ് ചെയ്യുന്ന ആള്. ഇപ്പൊ ഞാനാണ് കോളേജിൽ പോകുന്നത്, ഞാൻ. പിന്നെ വെർബ് ഐ ഗോ. ഐ ഗോ ടു കോളേജ്. അപ്പൊ അതിൻ്റെ ഉള്ളില് ഒരു ഡു ഉണ്ട് എന്ന് നമ്മൾ ഒന്ന് സങ്കല്പിക്കണം. ഇപ്പൊ നീ പോകാറുണ്ടോ എന്ന് ചോദിക്കുക. എങ്ങനെ? ഇതിന്റെ ഉള്ളിലെ ആ ഓക്സിലറിൽ പുറത്തെടുക്കുക. ഡു യു ഗോ, നീ പോകാറുണ്ടോ? ഡു യു ഗോ ടു കോളേജ്, നീ കോളേജിൽ പോകാറുണ്ടോ? ഞാൻ കോളേജിൽ പോകാൻ നെഗറ്റീവ് ആക്കണമെങ്കിലോ ഐ ഡോണ്ട് ഗോ, ഞാൻ കോളേജിൽ പോകാറില്ല.
ഇപ്പൊ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, വി പ്ലേ ക്രിക്കറ്റ്. വി പ്ലേ ക്രിക്കറ്റ്. ഇപ്പൊ നമ്മൾ കളിക്കാറുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു വി പ്ലേ ക്രിക്കറ്റ്. ഞങ്ങൾ കളിക്കാറില്ല, വി ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. വി ഡോണ്ട് പ്ലേ ക്രിക്കറ്റ്. അപ്പൊ അവൻ സ്കൂളിൽ പോകാറുണ്ട്, അവൻ സ്കൂളിൽ പോകാറുണ്ട്. അപ്പൊ അവൻ എന്നുള്ള ഹി ആണല്ലോ, ഹി വരുമ്പോ ഡു അല്ല ഡെസ്സ വരിക. അപ്പോ ഹി ഗോസ് ടു കോളേജ്. അപ്പൊ സിംഗുലർ ആണെങ്കിൽ നമ്മള് ഡു ആണ് വരിക എന്ന് പറഞ്ഞു. പക്ഷെ ആ സാഹചര്യങ്ങളിലൊക്കെ വെർബിന്റെ കൂടെ എസ്ഒ എസോ അധികമായി വരും. ഇപ്പൊ സാധാരണ ഗോന്റെ കൂടെ ഒരു ഇ എസ് കൊടുക്കണം, ഗോസ് സിംഗുലർ ആണെങ്കിൽ. അതുപോലെ അപ്പോ ഹി ഗോസ് ടു, അവൻ കോളേജിൽ പോവാറുണ്ട്. അവൻ കോളേജിൽ പോവാറുണ്ടോ എങ്ങനെ ചോദിക്കുക? ഈ ഗോസിന് ഉള്ളിലുള്ള ഡെസ്സിന് പുറത്തെടുക്കുക, ഡസ് ഹി ഗോ. അപ്പൊ ഗോസിലെ ഡസ് ഇങ്ങനെ പുറത്തെടുത്താൽ പിന്നെ എന്ത് കാണൂല? ആ ഗോസ് കാണൂല, തിരിച്ച് ഗോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഡസ് ഹി ഗോ ടു കോളേജ്, ഡസ് ഹി ഗോ ടു, അവൻ കോളേജിൽ പോവാറുണ്ടോ? ഏയ് അവൻ കോളേജിൽ പോകാറില്ല, അവൻ പോകാറുണ്ട്. ഹി ഗോസ് ടു കോളേജ്, ഹി ഗോസ് ടു സ്കൂൾ. എന്നാൽ അവൻ കോളേജിൽ പോവാറില്ല. എങ്ങനെ? ഹി ഡസിൻറ്റ്, ഡസ് നോട്ട്, ഹി ഡസ് നോട്ട് ഗോ ടു. അപ്പൊ ഈ ഡസിൻറ്റ് നമ്മൾ പുറത്ത് കൊടുന്നുകൊണ്ട് പിന്നെ അവിടെ ഈ ഗോസ് ഉണ്ടാവില്ല, ഗോ. ഹി ഡസ് നോട്ട് ഗോ ടു കോളേജ്, അവൻ കോളേജിൽ പോകാറില്ല. ഹി ഡസിൻ ഗോ ടു കോളേജ്. ഇപ്പൊ ചിത്ര പാട്ട് നന്നായി പാട്ട് പാടാറുണ്ട്. ചിത്ര സിങ്സ് വെൽ, ചിത്ര സിങ്സ്. ഇപ്പൊ സിംഗ് എന്നാണ് ഈ ചിത്ര എന്ന സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഏതിന്റെ സ്ഥാനത്താണ് വരിക? ഡെസിന്റെ സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെർബില് ക്രിയയില് എസ് കൂടും, സിംഗ് സിങ്സ് ആവും. ചിത്ര സിങ്സ്. ചിത്ര പാടാറുണ്ടോ? ഡസ് ചിത്ര സിംഗ്. മനസ്സിലായോ? ചിത്ര നന്നായി പാടാറില്ല എന്ന്. ചിത്ര ഡസ് നോട്ട്, ചിത്ര ഡസിൻ സിംഗ് വെൽ. ചിത്ര നന്നായി പാടാറില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ വളരെ വിശദമായി നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ഈ ഡൂൺ ഡസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാന്ന് മാത്രം. ഉദാഹരണത്തിന്, നീ എങ്ങനെയാണ് ഓഫീസിൽ പോവാറെന്ന് ഞാൻ ചോദിക്കാം. നീ എങ്ങനെയാണ് ഓഫീസിൽ പോവാറുള്ളത്? ഹൗ ഡു യു ഗോ ടു ഓഫീസ്? ഹൗ അവിടെ ഡു ആണ്, നീ അല്ലേ പോകുന്നത്. ഹൗ ഡു യു ഗോ ടു ഓഫീസ്? നീ എങ്ങനെയാണ് ഓഫീസിൽ പോവാറുള്ളത്? ഞാൻ ബസ്സിലാണ് പോവാറ്. ഐ ഗോ ടു ബൈ ബസ്. ഐ ഗോ ടു ബൈ ബസ്. അല്ല, നീ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല? വൈ ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്? വൈ ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്? വൈ ഡോണ്ട് യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല? ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല ബിക്കോസ് ഐ ഡോണ്ട് പ്രാക്ടീസ് ഇറ്റ് വെൽ. ഐ ഡോണ്ട് പ്രാക്ടീസ് ഇറ്റ് വെൽ. ഞാൻ നന്നായി ഇത് പ്രാക്ടീസ് ചെയ്യാറില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ചോദിക്കുക. എന്തുകൊണ്ട് അവൾ എന്നെ സ്നേഹിക്കുന്നില്ല? വൈ, അപ്പൊ അവളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഡസ്. വൈ ഡസ് എന്ന് സഹായിക്കുന്നില്ല. വൈ ഡസിൻ ഷീ ലവ് യു? വൈ ഡസിൻ ഷീ ലവ് യു? എന്തുകൊണ്ട് അവൾ എന്നെ സ്നേഹിക്കുന്നില്ല? വൈ ഡസിൻ ഷീ ലവ് യു? ഷീ ഡസിൻ ലവ് മീ. അവൾ എന്നെ സ്നേഹിക്കുന്നില്ല ബിക്കോസ് ഐ ഡോണ്ട് ഹെൽപ്പ് ഹർ. ഞാൻ അവളെ സഹായിക്കാറില്ല. അപ്പോ സിമ്പിൾ പ്രസന്റില് ഡു ഡസിന്റെ ഉപയോഗം ഞാൻ ചെറുതായി ഒന്ന് പറഞ്ഞു മാത്രം. നമ്മൾ വിശദമായി ടെൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഫോംസ് ഓഫ് ഡു. അതില് പ്രസന്റില് ഡു ഡസ്. ഐ ഡു മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വി ഡു അവർ വർക്ക്, ഞങ്ങൾ പണി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഷീ ഡസ് ഹെർ വർക്ക്, അവൾ അവളുടെ പണി ചെയ്യാറുണ്ട്. ഹി ഡസ് ഹിസ് വർക്ക്, അവൻ്റെ പണി ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ വിഭാഗം പാസ്റ്റ്. ആ പാസ്റ്റിൽ വരുന്നത് ഡിഡ്.
ദ ഫോംസ് ഓഫ് ഡു 3 വിഭാഗമാകുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം പ്രസന്റ്. പ്രസന്റിൽ വരുന്നത് ഡു ഡസ്. പാസ്റ്റിൽ വരുന്നത് ഡിഡ്. ഡിഡ് എന്നതിൻ്റെ അർത്ഥം ചെയ്തു എന്നാണ്. ഐ ഡിഡ് മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി ചെയ്തു. ഷീ ഡിഡ് ഹർ ജോബ്, അവളുടെ ജോബ് അവൾ ചെയ്തു. വി ഡിഡ്, ഞങ്ങൾ ചെയ്തു. ഹീ ഡിഡ്, അവൻ ചെയ്തു. ഇപ്പൊ ഡിഡ് ഒന്ന് മാത്രമായതുകൊണ്ട്, പാസ്റ്റിൽ ഒന്ന് മാത്രമായതുകൊണ്ട് എല്ലാ പ്രൊനൗൺസിനോട് കൂടിയും ഡിഡ് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് വളരെ സുഖമാണ്. ഈ ഡിഡ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റിലാണ്. സിമ്പിൾ പാസ്റ്റ് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റും. സബ്ജക്റ്റ് വെർബിന്റെ രണ്ടാമത്തെ ഫോം, അതായത് പാസ്റ്റ് ടെൻസിൽ വെർബ് കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കുട്ടൻ സ്കൂളിലേക്ക് പോയി. കുട്ടൻ വെന്റ് ടു സ്കൂൾ. കുട്ടൻ വെന്റ് ടു സ്കൂൾ. ഇപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ പോകുക എന്നാണല്ലോ. അതിന്റെ പാസ്റ്റ് ആണ് വെന്റ്. ഗോ വെന്റ്. ഇപ്പൊ കുട്ടൻ വെന്റ് ടു കോളേജ്. കുട്ടൻ വെന്റ് ടു സ്കൂൾ. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. വി പ്ലേഡ് ക്രിക്കറ്റ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. വി പ്ലേഡ് ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. അപ്പൊ പ്ലേ എന്നതിന്റെ പാസ്റ്റ് ആണ് പ്ലേഡ്. അതുപോലെ ചിത്ര നന്നായി പാടി. സിംഗിന്റെ പാസ്റ്റ് ആണ് സാങ്. ചിത്ര സാങ് വെൽ. ചിത്ര നന്നായി പാടി. ഞാൻ അറബി പഠിപ്പിച്ചു. ഐ ടോട്ട്. ടീച്ചിന്റെ പാസ്റ്റ് ടോട്ട്. പ്ലേഡ്. അപ്പൊ സബ്ജക്റ്റ് കൊടുക്കുക. രണ്ടാമത് വെർബിന്റെ പാസ്റ്റ് ടെൻസിൽ വെർബ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നെഗറ്റീവ് ആക്കണമെങ്കിലൊക്കെ ഡിഡ് വേണ്ടി വരും. ഡിഡാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു എന്ന് പറയാം. ഐ സ്പോക്ക് ഇംഗ്ലീഷ്. അപ്പൊ നീ സംസാരിച്ചോ? ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിച്ചോ? ഞാൻ സംസാരിച്ചിട്ടില്ല. ഐ ഡിഡ്ന്റ് സ്പീക്ക്. പിന്നെ സ്പോക്ക് എന്ന് വരില്ല കേട്ടോ. അതായത് പിന്നെ സ്പോക്ക് എന്ന് വരില്ല. കാരണം നമ്മള് പ്രത്യക്ഷത്ത് പുറമേക്ക് ഡിഡ് കൊണ്ടുവന്നാല് ക്വസ്റ്റ്യൻ ചോദിക്കാനോ അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യനോ എന്തിനു വേണ്ടിയിട്ട് നെഗറ്റീവ് ആക്കാനോ ഡിഡ് നമ്മൾ കൊടുന്ന പിന്നെ നമ്മൾ സെക്കൻഡ് ഫോം ഉപയോഗിക്കില്ല, ബേസ് ഫോം ആണ് ഉപയോഗിക്കുക. അപ്പൊ നീ ഇംഗ്ലീഷ് സംസാരിച്ചോ? ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിച്ചോ? ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. ഐ ഡിഡ്ന്റ് സ്പീക്ക്. ഞാൻ സംസാരിച്ചു. ഐ സ്പോക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു. ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലോ ഐ ഡിഡ്ന്റ് സ്പീക്ക്. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ കളിച്ചു. വി പ്ലേഡ് ഫുട്ബോൾ. ഞങ്ങൾ ഫുട്ബോൾ കളിച്ചു. അപ്പൊ ഞങ്ങൾ കളിച്ചിട്ടില്ല. വി ഡിഡ്ന്റ് പ്ലേ ഫുട്ബോൾ. ഞങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ വളരെ സിമ്പിൾ. അപ്പൊ ചിത്ര സാങ്. ചിത്ര പാടിയോ? ഡിഡ് ചിത്ര സിംഗ്. പിന്നെ സാങ് വരില്ല. എവിടുന്നാ നീ നിന്റെ കോട്ട് വാങ്ങിയത് എങ്ങനെ ചോദിക്കുക? വേർ ഡിഡ് യു ബൈ യുവർ കോട്ട്? ഞാൻ വാങ്ങി. ഐ ബോട്ട് ഇറ്റ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. ഞാൻ വാങ്ങി. നീ എവിടുന്നാ വാങ്ങിയ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ എന്ത് വേണം? ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഡിഡ് വേണം. വേർ ഡിഡ് യു ബൈ? പിന്നെ ബോട്ട് ഉപയോഗിക്കില്ല, ബൈന് ഉപയോഗിക്കാം. വേർ ഡിഡ് യു ബൈ യുവർ കോട്ട്? ഐ ബോട്ട് ഇറ്റ് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. നീ എന്തുകൊണ്ട് എക്സാം എഴുതിയില്ല? വൈ ഡിഡ്ന്റ് യു റൈറ്റ് യുവർ എക്സാം? അവിടെ റോട്ട് വരില്ല. കാരണം ഡിഡ് ഇവിടെ വന്നു. വൈ ഡിഡ്ന്റ് യു റൈറ്റ് യുവർ എക്സാം?
I didn't write my exam because I did not prepare well. ഞാൻ എക്സാം എഴുതിയില്ല, ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടില്ല. അല്ല, നീ ഇന്നലെ ഹോംവർക്ക് ചെയ്തോ? ഡിഡ് യു ഡു യുവർ ഹോംവർക്ക് യെസ്റ്റർഡേ? ഡിഡ് യു ഡു യുവർ ഹോംവർക്ക് യെസ്റ്റർഡേ? ഞാൻ ചെയ്തു, ഐ ഡിഡ്. എനിക്ക് ഐ ഡിഡ് ഞാൻ ചെയ്തിട്ടില്ല, ഐ ഡിഡ്. അപ്പൊ ഡിഡ് എന്ന് പറഞ്ഞ അർത്ഥം ചെയ്തു എന്നാണ് അർത്ഥം. അപ്പൊ ഇത്ര മനസ്സിലാക്കിയത് ഫോംസ് ഓഫ് ഡൂല് മൂന്നാമത്തെ വിഭാഗം ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നത് വിൽ ഡു, ഷാൾ ഡു. അപ്പൊ വിൽ ഡു, ഷാൾ ഡു എന്നതിന്റെ അർത്ഥം ചെയ്യും, പ്രവർത്തിക്കും എന്നാണ്. ഐ ഷാൾ ഡു ദ ക്ലീനിങ് വർക്ക്. ക്ലീനിങ് വർക്ക് ഞാൻ ചെയ്യും. ഷീ വിൽ ഡു ഹെർ വർക്ക്. അവളുടെ പണി അവൾ ചെയ്യും. ഹി വിൽ ഡു ഹിസ് വർക്ക്. അവന്റെ പണി അവൻ ചെയ്യും. വി ഷാൾ ഡു അവർ ഡ്യൂട്ടി. ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യും. അപ്പൊ സാധാരണഗതിയിൽ ഫസ്റ്റ് പേഴ്സണോട് കൂടിയാണ് ഐ, വി എന്നതിനോടൊപ്പമാണ് ഷാൾ ഡു വരാറുള്ളത്. മറിച്ചു വരാറുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സണിന്റെ കൂടെയാണ് വിൽ ഡു വരാറുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരാറുള്ളത് വിൽ ഡു ആണ്. ഇൻഷാല്ലാ അതിന്റെ കൂടുതൽ എങ്ങനെ ഉപയോഗിക്കലൊക്കെ നമ്മൾ കൃത്യമായി ഇൻഷാല്ലാ കുറച്ച് വീഡിയോയിൽ പഠിക്കും. ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ദ ഫോംസ് ഓഫ് ഡു ഒന്ന് പരിചയപ്പെടുക എന്ന് മാത്രം. ഉദാഹരണം നമ്മൾ പറഞ്ഞു, കുട്ടൻ കോളേജിലേക്ക് പോകുമെന്ന് എങ്ങനെ പറയാം? കുട്ടൻ വിൽ ഗോ ടു കോളേജ്. വിൽ ഗോ ടു കോളേജ്, കോളേജിലേക്ക് പോകും. അപ്പൊ പോകുമോ എന്ന് ചോദിക്കണമെങ്കിലോ വിൽ കുട്ടൻ ഗോ ടു കോളേജ്. കോളേജിലേക്ക് പോകൂല, അവൻ കോളേജിലേക്ക് പോകൂല എന്ന് പറയണമെങ്കിലോ കുട്ടൻ വിൽ നോട്ട് ഗോ ടു കോളേജ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഐ ഷാൾ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. നീ സംസാരിക്കുമോ? വിൽ യു സ്പീക്ക് ഇംഗ്ലീഷ്? ഞാൻ സംസാരിക്കൂല. ഐ ഷാൾ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കൂല. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ വിൽ ഡു, ഷാൾ ഡു ഉപയോഗിക്കുന്നത് നമ്മൾ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഇൻഷാല്ല ടെൻസ് പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാന്ന് മാത്രം. നീ നിന്റെ ഫ്രണ്ടിനെ എവിടെ വെയിറ്റ് ചെയ്യുന്നു എങ്ങനെ ചോദിക്കാം? നീ നിന്റെ സുഹൃത്തിനെ എവിടെ മീറ്റ് ചെയ്യും? വേർ വിൽ യു മീറ്റ് യുവർ ഫ്രണ്ട്? വേർ വിൽ യു മീറ്റ് യുവർ ഫ്രണ്ട്? അപ്പൊ ഐ ഷാൾ മീറ്റ് മൈ ഫ്രണ്ട് ഇൻ ദ പാർക്ക്. പാർക്കിൽ വെച്ച് ഞാൻ മീറ്റ് ചെയ്യും. അല്ലെങ്കിൽ വേർ വിൽ യു വെയിറ്റ് ഫോർ യുവർ കസിൻസ്? നിന്റെ കസിൻസിനെ നീ എവിടെ വെയിറ്റ് ചെയ്യും? ഐ വിൽ വെയിറ്റ് ഫോർ ദം ഇൻ ദ മ്യൂസിയം. ഞാൻ മ്യൂസിയത്തിൽ അവരെ വെയിറ്റ് ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ ഫോംസ് ഓഫ് ഡു ഒന്ന് പരിചയപ്പെടുക. ദ ഫോംസ് ഓഫ് ഡു, ഡസ്, ഡിഡ്, വിൽ ഡു, ഷാൾ ഡു എന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക മാത്രമാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ സിമ്പിൾ പ്രസന്റ്, അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ്, അതൊന്നും സിമ്പിൾ ഫ്യൂച്ചർ, മറ്റുള്ള എല്ലാ ടെൻസുകളും വളരെ വ്യക്തമായി തന്നെ നമ്മൾ പഠിക്കും. മനസ്സിലാവാത്തൊരു യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ പഠനത്തിൽ താല്പര്യം എല്ലാവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഈ ക്ലാസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നോട്ടിങ്ങനെ എഴുതണം. അപ്പം ഞാനിതിൽ സ്പെല്ലിംഗ് ഒന്നും എഴുതണില്ല. കാരണം നിങ്ങൾ ഒരു നോട്ടൊക്കെ ഒന്ന് പരിശ്രമിക്കണം. എന്നിട്ട് അതുപോലെ തന്നെ കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം എന്നാണ് എൻ്റെ നിർദ്ദേശം.
ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ പഠനത്തിൽ താല്പര്യം എല്ലാവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഈ ക്ലാസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നോട്ടിങ്ങനെ എഴുതണം. അപ്പം ഞാനിതിൽ സ്പെല്ലിംഗ് ഒന്നും എഴുതണില്ല. കാരണം നിങ്ങൾ ഒരു നോട്ടൊക്കെ എടുത്തു ഒന്ന് പരിശ്രമിക്കണം.